സൂപ്പർ കിച്ചണിലേക്ക് സ്വാഗതം. ഉണ്ണിയപ്പം ഈസി ആയിട്ട് തയ്യാറാക്കുന്ന വിധമാണ് ഇന്ന് കാണിക്കുന്നത്. അതിനായിട്ട് ഒരു പഴം എടുത്തിട്ടുണ്ട്. ഗോതമ്പ് പൊടി വെച്ച് നല്ല ടേസ്റ്റി ആയിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. ഇനി 3 ഏലക്ക എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അരി മാത്രം എടുത്ത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. 1/2 ഗ്ലാസ് തേങ്ങ ചിരകിയതാണ്. ഇതും കൂടെ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ആ ഗ്ലാസ്സിന് തന്നെ നമുക്കൊരു 1/2 ഗ്ലാസ് വെള്ളവും കൂടി ഇതിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഒരുപാടങ്ങ് അരയേണ്ട ആവശ്യമില്ല. പരുവത്തിനൊന്ന് അരഞ്ഞ് കിട്ടിയാൽ. എന്നിട്ട് ഇതിലോട്ട് ഞാൻ 1 ഗ്ലാസ് ശർക്കര പൊടിയാണ്. നല്ല ശർക്കരയുടെ പൊടി ആയതുകൊണ്ട് നമുക്ക് അരിക്കുകയൊന്നും വേണ്ട. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇടുന്നത്. അല്ലെന്നൊരിയിൽ ഇത് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് അരിച്ചെടുക്കണം. ഇതെല്ലാം കൂടി ഒന്നോടൊന്ന് നമുക്കിത് അരച്ചെടുക്കാം. ശർക്കര ഇട്ട് ഒന്നോടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതേണ്ട 1 ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ്. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ റവയും കൂടി ഇടും. ഇതിൻ്റെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പും കൂടെ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്നോടെ നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇതിലെ വെള്ളം അല്പം കുറവാണ്. നമുക്കൊരു 1/4 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് ഒന്നും കൂടി ഇതൊന്ന് അടിച്ചെടുക്കാം. ഉണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളമായിട്ടുണ്ട്. നമുക്കിതിലോട്ട് ഒഴിച്ച് വയ്ക്കാം. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഉണ്ട്. ഇത് നമുക്ക് 1 മണിക്കൂറത്തേക്ക് അടച്ച് വയ്ക്കാം. 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് തയ്യാറാക്കാം. 1 മണിക്കൂർ കഴിഞ്ഞ് ഉണ്ണിയപ്പച്ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടാകാം. ഇതിൻ്റെ അകത്ത് ഞാൻ 1 സ്പൂൺ നെയ്യും 1 സ്പൂൺ കറുത്ത എള്ളും ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്കിനി ഒഴിച്ചു കൊടുക്കാം. എല്ലാം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊരു മീഡിയം ഫ്ലെയിം വെച്ച് തയ്യാറാക്കാം. ഒരു വശം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം. ഞാൻ സോഡാപ്പൊടിയൊന്നും ഇതിനകത്ത് ഇട്ടിട്ടില്ല. പക്ഷേ ഇത് നല്ല ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കില്ല അവരും കേട്ടോ. ഇങ്ങനെ തിരിച്ചും മറിച്ചിട്ട് മൂപ്പിച്ചെടുക്കുക. ഇനി ഇത് വേണ്ട മൂത്തിട്ടുണ്ട്. നമുക്കിതെടുക്കാം. എല്ലാം കോരി എടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്തത് ഒഴിച്ചു കൊടുക്കാം. നമ്മളിതിൽ ഓയിലൊഴിക്കുമ്പോൾ ഈ കുഴിക്കകത്ത് കുഴിയുടെ പകുതി വെച്ചേ ഒഴിക്കാവുള്ളൂ. അതിനൊരു നമ്മൾ മാവും കൂടെ ഒഴിക്കുമ്പോഴത്തേക്ക് ഓയിൽ താഴെ പോകും. നമ്മുടെ ലാസ്റ്റത്തെ ഉണ്ണിയപ്പം തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് കോരിയെടുക്കാം. നമ്മുടെ ഉണ്ണിയപ്പം എല്ലാം ശരിയായിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ഉണ്ണിയപ്പം കിട്ടിയിട്ടുണ്ട്. ഇതേ കണ്ട നല്ല സോഫ്റ്റാണ്.